ശ്രദ്ധയോടെ, ഏകാഗ്രതയോടെ, ഭയഭക്തിയോടെ, പ്രാർത്ഥനയോടെ അങ്ങയുടെ പാദപീഠത്തിൽ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സർവ്വമായ കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ക്രൂശിന്റെ മറവിൽ മറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 14ാമത്തെ പോയിന്റ്, യാഹ്വേ എന്ന് എഴുതുക. യാഹ്വേ ഒരു ഹൈഫൻ ഇട്ടിട്ട് യാഹ എന്ന് പറഞ്ഞാൽ യഹോവ. യാഹ് യഹോവ എന്ന് പറഞ്ഞാൽ യാഹ്വേയിൽ ശാശ്വതമായ പാറ. പാറ എന്നാണ് അതിന്റെ അർത്ഥം. പാറ എന്നത് എബ്രായ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നതാണ്. യെശയ്യാവ് 26:4-3. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ അവിടുത്തെ തന്നിൽ, യഹോവയിൽ തന്നെ ആശ്രയിപ്പിൻ. ശാശ്വതമായ പാറ. പാറ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രകൃതിയിലെ ഒരു വസ്തുവിനോടുള്ള ബന്ധത്തിൽ സങ്കല്പികമായിട്ടല്ല ആരും കാണേണ്ടത്. സങ്കല്പിച്ച് കാണരുത്. സങ്കല്പിക്കുവാനും അല്ല പറയുന്നത്. പാറ എന്ന് പറഞ്ഞാൽ പാറയായി സങ്കല്പിക്കുകയല്ല. പാറ എന്ന് പറയുന്നത് ഒരിക്കലും മാറാത്ത, മാറ്റമില്ലാത്ത, ഇളക്കമില്ലാത്ത, ഉറപ്പുള്ള ഒരു സങ്കേതം എന്ന അർത്ഥത്തിലാണ് നമ്മൾ പാറ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യഹോവയാം യാഹിൽ ശാശ്വതമായ പാറ എന്ന് പറഞ്ഞാൽ പാറ ഉറപ്പുള്ളതാണ്, മാറ്റമില്ലാത്തതാണ്. കാറ്റോ മഴയോ ഇതൊന്നും വന്നാലൊന്നും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ സ്വഭാവത്തെ കാണിക്കാൻ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ണ്ട്. സങ്കീർത്തനങ്ങളിൽ കാണാം, അവിടുന്ന് എനിക്ക് ഉറപ്പുള്ള സങ്കേതവും എന്റെ പാറയുമല്ലോ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ മാറ്റാത്ത കഴിയാത്ത ദൈവം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പാറ എന്നത് ഉദ്ദേശിക്കുന്നത്. ഇത് യാഹ്വേ യഹോവ എന്നതിനോട് ചേർന്ന് വരുന്ന സംഘടിത നാമങ്ങളാണ്. നാമങ്ങൾക്ക് എല്ലാ അർത്ഥങ്ങളുമുണ്ട്. ഇതാണ് 14 പേരുകൾ നമ്മൾ പഠിച്ചത്. ടിറ്റി ബ്രദർ ഈ ക്ലാസ് ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്ത്? മിസ് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ചില ആഴ്ചകളിൽ ഞാൻ താമസിച്ച കേറിയത്. അങ്ങനെ ഒരു അപ്പൊ പോയിന്റുകൾ എത്ര പോയിന്റ് എഴുതിയിട്ടുണ്ട് പേര് സംഘടിത നാമങ്ങളിൽ? അപ്പൊ 14 എണ്ണമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്, ഞാൻ പഠിപ്പിച്ചത്. ചിലർ പറയുന്ന അത്രയും വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചേ, എല്ലാവരിലും വന്നിട്ടില്ലെങ്കിൽ എവിടെയോ ഞാൻ മിസ് ചെയ്തതായിരിക്കും. നമുക്കത് വീണ്ടും കണ്ടുപിടിക്കാം. പിന്നെ കഴിവതും തിയോളജി പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ടെർമിനോളജീസ് ഉണ്ട്. തിയോളജിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസിന് അതിൻ്റെതായ കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. എല്ലാത്തിലും ഉണ്ട്, നിയമത്തിലും ഉണ്ട്. അപ്പം ആ പദങ്ങൾ അങ്ങനെ തന്നെ പഠിക്കാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കണം. അത് നല്ലതാണ്. നമുക്ക് ഇംഗ്ലീഷ് ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാവുന്നവരാ പലരും. ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നവരും വെൽ എഡ്യൂക്കേറ്റഡ് ഒക്കെയാണ്. എനിക്കറിയാവുന്ന ഇംഗ്ലീഷൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കൊക്കെ കുറേ കൂടെ നന്നായിട്ട് അറിയാമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പൊ അതുകൊണ്ട് കഴിവതും ആ നിലയിലും കൂടെ ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. അത് ആവശ്യമാണ്. കാരണം തിയോളജി എന്ന് പറയുമ്പോൾ അതിനകത്ത് ധാരാളം ഹീബ്രു, ഗ്രീക്ക്, ഇംഗ്ലീഷ് വേർഡുകൾ വരും. അത് എവിടെയാണ് ഇപ്പം നമ്മൾ മറ്റാരുടെയെങ്കിലും അടുത്തൊന്ന് പഠിച്ചാൽ അവരിതേപോലെ അതിൻ്റെ ഒന്നും മലയാളം ഇങ്ങനെ പറഞ്ഞു തരണമെന്നില്ല, അവർ പറഞ്ഞങ്ങ് പോകും. പലരുടെയും പ്രാസംഗികം ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങനെയുള്ളവർ അവരങ്ങ് പ്രസംഗിച്ചു പോകും. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ തിയോളജിക്കൽ ടെർമിനോളജീസ് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, ആരും പറയുന്നില്ലെങ്കിൽ നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണ്. പുതിയ നിയമത്തിലെ പേരുകളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചത് പഴയ നിയമത്തിൽ യാഹ്വേ ചേർന്നുള്ള സംഘടിത നാമങ്ങളാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ നിയമത്തിലെ പേരുകൾ. ഹെഡിങ് എഴുതുക. പുതിയ നിയമത്തിലെ പേരുകൾ. പുതിയ നിയമത്തിൽ പഴയ നിയമം പോലെ തന്നെ ആധികാരികമായ നാമങ്ങൾ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ജസ്റ്റ് ഒന്ന് എഴുതിക്കൂ. പുതിയ നിയമത്തിലും പഴയ നിയമത്തിൽ എന്നതുപോലെ തന്നെ ആധികാരികമായ നാമങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിന് തുല്യ അർത്ഥമുള്ളവയാണ് അവ. ഒരു സെക്കൻഡ്, എഴുതിയോ? പഴയ നിയമത്തിന് തുല്യ അർത്ഥങ്ങൾ ഉള്ളവ തന്നെയാണ് പുതിയ നിയമത്തിലും പറഞ്ഞിരിക്കുന്ന പേരുകൾ.
അതില് ഫസ്റ്റ് സെന്റൻസ് എന്തായിരുന്നു? പുതിയ നിയമത്തിൽ പഴയ നിയമം പോലെ ആധികാരികമായ നാമങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിന്. പഴയ നിയമത്തിന് തുല്യമായ അർത്ഥങ്ങൾ ഉള്ളവയാണ് ആ പേരുകളും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ. പ്രധാനമായും 3 പ്രയോഗങ്ങളാണ് പുതിയ നിയമത്തിൽ കാണുന്നത്. പ്രധാനമായും ഈ 3 പ്രയോഗങ്ങൾ ശ്രദ്ധേയമാണ്. പ്രധാനമായും ഈ 3 നാമങ്ങൾ, 3 പ്രയോഗങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന്, ദൈവം പുതിയ നിയമത്തിലെ ഒരു പ്രയോഗമാണ്. പ്രധാനമായും ഏറ്റവും കൂടുതൽ ദൈവം ഹൈഫൻ തിയോസ്. തിയോസ് അത് GK എന്നതിന്റെ സൈഡിൽ എഴുതുക. GK എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് എന്നർത്ഥം. ഗ്രീക്കിൽ ദൈവത്തിന് പറയുന്ന പേരാണ് തിയോസ്. പഴയ നിയമത്തിൽ എൽ അല്ലെങ്കിൽ ഏലോഹീം, എല്യോൺ എന്ന പേരുകൾ ഗ്രീക്കിൽ തിയോസ് എന്നാണ്. പഴയ നിയമത്തിൽ എൽ, എലോഹീം, എല്യോൺ എന്ന പേരുകൾ ഗ്രീക്കിൽ തിയോസ് എന്ന പദത്താൽ അർത്ഥമാക്കപ്പെടുന്നു. മഹോന്നതനായ ദൈവത്തിന്റെ എന്നുള്ള ഭാഗത്താണ് ഇത് ഉപയോഗിക്കുന്നത്. ഹുപ്സിസ്റ്റോസ് തിയോസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. അത് അങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് എഴുതുക കേട്ടോ. ഹൂപ്സിസ്റ്റോസ് ഗ്രീക്ക് വേർഡാണ്. ഹൂപ്സിസ്റ്റോസ് തിയോസ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. മഹോന്നതനായ ദൈവം എന്ന സ്ഥാനത്തൊക്കെ തിയോസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1-2 റെഫറൻസ് തരാം. മർക്കോസ് 5:7, ലൂക്കോസ് 1:32, അപ്പോസ്തലപ്രവൃത്തി 7:48, ഹീബ്രു 7:1. ഇത് എഴുതി വെച്ചിട്ട് കാര്യമില്ല, നിങ്ങളിത് എടുത്ത് വായിക്കണം, ചെക്ക് ചെയ്യണം വീട്ടിൽ പോയിട്ട്. അങ്ങനെ തന്നെയാണോ? റെഫറൻസുകളൊക്കെ തിയോളജി പഠിപ്പിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാം, ആവർത്തനം വരാം. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം, പിന്നീട് ചെക്ക് ചെയ്യണം. ഓക്കെ. മാർക്കോസ് എത്ര? 5:17. സോറി 5:7. 5:7 രണ്ടാമത്തത് മാർക്കോസ് 5:7. പിന്നെ ലൂക്കോസ് 1:32. എഴുതിയോ? പിന്നീട് ചെക്ക് ചെയ്യുക. ഇനി പുതിയ നിയമത്തിൽ ശ്രദ്ധേയമായ രണ്ടാമത്തെ പേര് കർത്താവ്. 2 എന്ന നമ്പർ ഇടുക. ഹൈഫൻ അർത്ഥം കുറിയോസ്. കുറിയോസ് ഗ്രീക്കാണതും. യാഹ്വേ എന്ന എബ്രായ പദത്തിന് പുതിയ നിയമം കൊടുക്കുന്ന ആശയം, യാഹ്വേ എന്ന എബ്രായ പദത്തിന് പുതിയ നിയമം കൊടുക്കുന്ന ആശയം ആൽഫയും ഒമേഗയും ആയിരിക്കുന്നവൻ, ആയിരുന്നവൻ, ആയിരിക്കേണ്ടവൻ എന്നും ഒന്നാമനും ഒടുക്കത്തവനും തുടങ്ങിയവയാണ്. ഒന്നുകൂടെ വായിക്കുകയാണ്, ശ്രദ്ധിക്കുക, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയത് നോക്കുക. യാഹ്വേ എന്ന എബ്രായ പദത്തിന് പുതിയ നിയമം കൊടുക്കുന്ന ആശയം ആൽഫയും ഒമേഗയും, ആയിരിക്കുന്നവൻ, ആയിരുന്നവൻ, ആയിരിക്കേണ്ടവൻ എന്നും ഒന്നാമനും ഒടുക്കത്തവനും തുടങ്ങിയവയാണ്. ക്ലിയർ ആണല്ലോ? ആയിരുന്നവനും ആയിരിക്കുന്നവനും ആയിരിക്കേണ്ടവനും എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന യേശു കർത്താവിന്റെ പുതിയ നിയമത്തിലെ പേരാണ്. ഹോളി 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 ദ ലോർഡ് ഗോഡ് ഓൾമൈറ്റി ഹു വാസ് ആൻഡ് ഹു ഈസ് ആൻഡ് ഹു ഈസ് ടു കം. ദൈവത്തെ സ്തുതിച്ച് ദൂതന്മാര് പറയുന്നതാണ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും ആയിരിക്കേണ്ടവനും. അതാണ് പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്.
അങ്ങനെ ദൈവത്തിന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളതാണ്. ഹു വാസ് ആൻഡ് ഹു ഈസ് ആൻഡ് ഹു ഈസ് ടു കം. ഹു വാസ്, ഹു ഈസ്, ഹു ഈസ് ടു കം. ഇനി വരാൻ പോകുന്നവനുമാണ്. ഓക്കെ, ഇത് കർത്താവ് അല്ലെങ്കിൽ കുറിയോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 1:4, 22, 13 നമ്മൾ കാണുന്നതാണ് റെഫറൻസ്. വെളിപ്പാട് 1:4, 22, 13. ചില ഭാഗങ്ങളിൽ അഡോണായി എന്നതിന് പകരം കുറിയോസ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഗ്രീക്കിൽ കുറിയോസ് എന്ന് പറഞ്ഞാൽ ശക്തി എന്നർത്ഥമുണ്ട്. അധികാരമുള്ള, ശക്തനായ, ഉടമസ്ഥതയുള്ള, യജമാനനായ എന്ന ആശയമാണ് കുറിയോസ്. അധികാരമുള്ള, ശക്തനായ, ഉടമസ്ഥതയുള്ള, യജമാനനായ, 4 കാര്യങ്ങൾ എന്ന ആശയമാണ് പുതിയ നിയമത്തിൽ കുറിയോസ് എന്ന് പറയുന്നത്. കുറിച്ചും പറഞ്ഞിരിക്കുന്നു. ഇത് ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും ഈ കുറിയോസ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഈസ്റ്റേൺ സഭകളിൽ കുറിയലായിസോൺ എന്ന് പറയുന്നത് ഈ വാക്കിൽ നിന്ന് വന്ന അർത്ഥമാണോ? കുറിയലായിസോൺ അത് കൃത്യമല്ല. ഞാൻ അതിനെ കുറിച്ച് നമുക്ക് നോക്കാം. പിന്നെ കണക്റ്റഡ് ആണ് ഇതെല്ലാം. പക്ഷെ അവര് കുറിയലായിസോൺ എന്ന് പറയുന്നത് വേറൊരു അർത്ഥത്തിലാണ്. കുറിയലായിസോൺ സുറിയാനിയ. സുറിയാനിയാണ് അല്ലേ? ഓക്കെ. പിന്നെ ഓരോ ഭാഷകളിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അല്പ വ്യത്യാസങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വരാതിരിക്കാം. ഓക്കെ, മൂന്നാമത്തെ ശ്രദ്ധേയമായ പദം പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ പേരുകളെ. പിതാവ്, പാറ്റർ, PATER. അതിൽ നിന്നാണ് പാറ്റേൺ ഒക്കെ ഉള്ള പേരുള്ളത്. പിതാവ്. പഴയ നിയമത്തിലും ദൈവത്തിന് ഇസ്രായേലിനോടുള്ള ബന്ധത്തെ കാണിക്കുന്നതിന് നമ്മുടെ ആത്മീയ പിതാവ് എന്ന വലിയ ചിന്തയിലുമാണ് ദൈവം അറിയപ്പെടുക. നമ്മുടെ ആത്മീയ പിതാവ് എന്ന ഒരു ചിന്തയാണ് നമുക്ക് അതിൽ നിന്ന് വരുന്നത്. അതുപോലെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ യഹോവ അവരുടെ ദൈവമാണ്, പിതാവാണ്. പല ഭാഗങ്ങളിൽ അതിനുള്ള സൂചനകളുണ്ട്. ഒരപ്പൻ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ ആണ് മരുഭൂമിയിൽ ഇവരെ ദൈവം വഴി നടത്തിയത്. അപ്പൊ ഈ അർത്ഥവും അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? എന്തായാലും 3 കാര്യങ്ങള് പുതിയ നിയമത്തിൽ ഈ 3 പദപ്രയോഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഇവ പുതിയ പേരുകൾ എന്ന അർത്ഥത്തിലല്ല, പഴയ നിയമത്തിലെ പേരുകളുടെ തന്നെ അർത്ഥമാണ് ഗ്രീക്കിലും ഈ പേരുകളിലൂടെ വരുന്നത്. കൂടുതൽ പേരുകളിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ സ്വഭാവവും ദൈവത്തിന്റെ മഹത്വവും ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നമുക്ക് നൽകുക എന്നർത്ഥത്തിലാണ്. ശരിക്കും നമ്മൾ ഈ തിയോളജി മുഴുവൻ ഒരുപാടുണ്ടല്ലോ. സിസ്റ്റമാറ്റിക് തിയോളജി എന്ന് പറയുന്നത് വ്യവസ്ഥാപിത ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു കടല് പോലെയാണ്. അതിൽ നിന്ന് അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങൾ ഞാൻ അടർത്തിയെടുത്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ട്രെയിനിങ്ങിനോടുള്ള ബന്ധത്തിൽ, സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ വർഷങ്ങളെടുത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് പഠിക്കുന്ന വിഷയമാണ് ഈ സിസ്റ്റമാറ്റിക് തിയോളജി. വലിയ ബൈബിൾ കോളേജുകളിലൊക്കെ പോയി 2 or 3 ഒക്കെ വർഷങ്ങൾ, 4 വർഷങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മെനക്കെട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് പഠിക്കുന്നത്. അത്രയ്ക്കും
വാല്യൂ ഉള്ള ഒരു സബ്ജക്റ്റ് ആണത്. അതുകൊണ്ട് നമുക്കിത് ലഭിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് നിങ്ങളെ പഠിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ആദ്യം ഞാൻ 14 സബ്ജക്റ്റുകൾ തന്നല്ലോ, ഇതൊക്കെ ഈ തിയോളജി പെടുന്നതാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് 1 മിനിറ്റ് ഒക്കെ ഒന്ന് റിലാക്സ് ആയിക്കോ. ജസ്റ്റ് ഒന്ന് ശ്വാസമൊക്കെ ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കുക. കൈയൊക്കെ ഒന്ന് റെഡിയാകുക. അതിന്റെ അർത്ഥം ഒരല്പവും കൂടെ എഴുതാനുണ്ടെന്നാണ്. ഓക്കെ, നമ്മുടെ ഷിംഷോന്റെ ഉത്തരം 2-3 പേര്, എന്താ സ്ലീബ ബ്രദറൊക്കെ ജോയിൻ ചെയ്തിട്ടില്ലേ ഇന്ന്? 2-3 പേര് ട്രൈ ചെയ്തു, അയച്ചവരുണ്ട്. ബെൻസി ജോണി, സ്ലീബ ബ്രദർ, പിന്നെ ആരാണ്, സുമ സിസ്റ്റർ, 2-3-4 പേരോളമാണ് ട്രൈ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിശ്രമിച്ചവർക്കൊക്കെ ഞാൻ 5 പോയിന്റ് വെച്ച് തരുന്നുണ്ട്. 5 മാർക്ക്. സുനിൽ, ഓക്കെ, സുനിൽ അയച്ചു. സുനിലിന് ഒരു 6 പോയിന്റ് 7 പോയിന്റ്. ഞാൻ 2 തവണ അയച്ചായിരുന്നു, 2 തവണ തെറ്റിപ്പോയി. അല്ല, തെറ്റത് പ്രശ്നമല്ല. ആരാ, ജോബ് തോമസ് അല്ലേ? ഈ തെറ്റ് ഞാനും അയച്ചിട്ടുണ്ട്, ഞാൻ അയച്ചു. ആര്, ശാന്ത ടീച്ചറോ? ഓക്കെ. അയച്ചവർക്കെല്ലാം, ഇതിനകത്ത് പങ്കെടുത്തവർക്കൊക്കെ മാർക്കാണ്. 5 മാർക്ക് വെച്ച് സിബലിൽ 5 പോയിന്റ് തന്നിരിക്കുകയാണ്. ആ 5 പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവസാനം വലിയൊരു ഭയങ്കര മാർക്കായിട്ട് മാറും, പരിശ്രമിച്ചവർക്കെല്ലാം. എന്നാൽ നിങ്ങൾ ട്രൈ ചെയ്തല്ലോ. ഈ മൈക്കിൾ ജോർദാൻ പറഞ്ഞിരിക്കുന്നത്, ഐ ക്യാൻ അക്സെപ്റ്റ് ഫെയിലിയേഴ്സ് ബട്ട് ഐ കനോട്ട് അക്സെപ്റ്റ് നോട്ട് ട്രൈയിങ് ഇറ്റ്. തെറ്റുകൾ പറ്റുന്നത് എനിക്ക് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പറ്റും, പക്ഷെ പരിശ്രമിക്കാതിരിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയല്ല. എനിക്ക് അങ്ങനെയുള്ളവരെ അംഗീകരിക്കാൻ പറ്റത്തില്ലെന്നാണ് ഒരു വലിയൊരു, നിങ്ങൾക്കറിയായിരിക്കും ഒരു പക്ഷേ, വലിയൊരു ഫുട്ബോൾ പ്ലെയറാണ് അദ്ദേഹം, വലിയൊരു ചിന്തകനാണ്. അപ്പൊ എനിക്കും അത് തന്നെയാണ്. ഐ ക്യാൻ അക്സെപ്റ്റ് ഫെയിലിയേഴ്സ്. ആർക്ക് തെറ്റ് പറ്റിയാലും ഐഡാറ്റിൽ നിങ്ങൾക്ക് എന്ത് തെറ്റും വരുത്താം, കാരണം നമ്മളിവിടെ പണിതെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ പരിശ്രമിക്കാതിരിക്കരുത്. അപ്പം ഓക്കെ, ശരിയായ ഉത്തരം അയച്ച് ഫുൾ മാർക്ക് മേടിച്ചിരിക്കുന്നത് സുമാ ശശിയാണ്. സുമാ ശശി കറക്റ്റ് ആൻസർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ പലരും പറഞ്ഞ കാര്യങ്ങൾ, ഷിംഷോന്റെ മരണം അപകടമാണ്, ആത്മഹത്യയാണ്, എല്ലാവരും ആ 16-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഇവരോട് കൂടെ മരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആണ് മരിച്ചത്, അതുകൊണ്ട് ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ആക്സിഡന്റ് കാര്യങ്ങൾ, അത് ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ശരിയാണ്. പക്ഷേ മറ്റൊരാൾ അതിനെ തിരിച്ച് ഖണ്ഡിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടത്തില്ല. അങ്ങനെ ഒരാൾക്ക് തോന്നുമ്പോൾ മരിക്കാൻ പറ്റുമോ? ഏലിയാവും മരിക്കാൻ ആഗ്രഹിച്ചില്ലേ? ഞാൻ മരിക്കട്ടെ എന്ന് ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്നല്ലോ. അപ്പം അങ്ങനെ ദൈവം അനുവദിക്കുവോ? അങ്ങനെ ദൈവം അനുവദിക്കത്തില്ല. പിന്നെ ഷിംഷോന്റെ മരണം എന്തായിരുന്നു എന്നതിന്റെ ഉത്തരം ഞാൻ അങ്ങ് പറയുകയാണ് കേട്ടോ. ശ്രീബാബ്രതൊക്കെ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തു. ഇനി എന്നാ പാസ്റ്റർ തന്നെ പറയാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, ഷിംഷോന്റെ മരണം ഗോഡ്സ് അപ്രൂവ്ഡ് ഡെത്താണ്. ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട, ദൈവം അനുവദിച്ചത് കൊണ്ട് ആണ് ആ സമയത്ത് താൻ അങ്ങനെ മരിച്ചത് എന്ന് ഞാൻ പറയുകയല്ല. അങ്ങനെ ആർക്കും പറയാം. അതിന് തെളിവെന്ത് എന്നൊരാൾ ചോദിച്ചാൽ, ദൈവത്തിന്റെ പദ്ധതി ഫുൾഫില്ല് ചെയ്ത് മരിച്ച ഒരാളാണ് ഷിംഷോൻ. അത് നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായം 32-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിൽ നിങ്ങളൊന്ന് വായിച്ചേ. വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ പട്ടിക തന്നെയാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. അപ്പൊ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമുക്ക് മാതൃകയാക്കി വെച്ചിരിക്കുന്നവരാണ് അവരെല്ലാവരും. ആ 32-ാം വാക്യം ഒന്ന് നിങ്ങൾക്ക് ഒരാൾക്ക് വായിക്കാം. ഇനിയും ധാരാളം പേരുടെ കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വിടുകയാണ്. ഇനി എന്തു പറയണ്ടു? ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, യിഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. ശമൂവേൽ തുടങ്ങിയ പ്രവാചകന്മാരുടെ അതേ, ശമൂവേൽ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ വാക്കിലും പ്രവചനത്തിലും ന്യായാധിപൻ എന്ന നിലയിലും തെറ്റാതെ അവര് പറഞ്ഞ ഒരു കാര്യവും നിവർത്തിക്കപ്പെടാതെ പോയില്ല. അതേ നിലയിലാണ്, അതേ അതേ ലിസ്റ്റിലാണ് ഈ ശിംശോനെയും പെടുത്തിയിരിക്കുന്നത്. അപ്പം ഈ ആത്മഹത്യ ചെയ്ത, ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയെ ഒരു കാരണവശാലും
നമുക്ക് മാതൃകയായി ഒരു റോൾ മോഡലായി ഒരിക്കലും പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കത്തില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ശിംശോൻ ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിച്ച് ഫുൾഫിൽ ചെയ്ത ഒരു മനുഷ്യനാണ്. അതാണ് ശിംശോന്റെ മരണം. അതുകൊണ്ട് ഇറ്റ്സ് എ ഗോഡ്സ് അപ്രൂവ്ഡ് ഡെത്ത് ആണ്. ആക്സിഡന്റലി അല്ല, ആത്മഹത്യയല്ല, അല്ലെങ്കിൽ സ്വാഭാവിക മരണവും അല്ല. പക്ഷെ ആ സമയത്ത് ദൈവം ആ ചോദിച്ച കാര്യത്തെ ദൈവം അനുവദിച്ചു. അതുകൊണ്ട് തന്നെ താൻ അവിടെ എങ്ങനെയാണ് ശിംശോനെ എടുത്ത് കാണിക്കാൻ കാര്യം എന്താന്ന് നോക്കണം. ശിംശോൻ ആ സമയത്തും താൻ ദൈവവുമായിട്ടുള്ള, തനിക്ക് തെറ്റ് പറ്റിയപ്പോഴും താൻ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കപ്പെട്ട് ഈ ചെമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കാരാഗൃഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരിക്കുകയും ഇവർ വീണ്ടും കൊണ്ടുവന്ന് പരിഹാസപാത്രമായി കളിക്കാൻ ഉപയോഗിക്കുമ്പോഴും ശിംശോന് തന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. തന്റെ വിശ്വാസത്തിന് വ്യത്യാസം വന്നിട്ടില്ല. ആ സമയത്തും ദൈവം തന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ശിംശോൻ ഉള്ളതുകൊണ്ടാണ് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ എന്റെ രണ്ട് കണ്ണിന് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം കൂടെ എനിക്ക് ശക്തി നൽകണമേ. ആ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. എന്നിട്ട് അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച ആ ശത്രുവിനോട് പ്രതികാരം ചെയ്യുകയാണ്. ജീവിച്ചിരുന്നപ്പോൾ കൊന്നതിന്റെ ഇരട്ടിയിലധികം പേരെയാണ് തന്റെ മരണത്തിലൂടെ കൊന്നത്. ഓക്കെ, അപ്പം ശിംശോന്റെ പദ്ധതി ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുമെന്നതായിരുന്നു തന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി. അത് തന്റെ ജീവിച്ചിരുന്ന കാലത്തേക്കാൾ മനോഹരമായി, ബ്യൂട്ടിഫുൾ ആയി ഒരു വലിയ കൂട്ടം ശത്രുവിനെ തകർത്താണ് താൻ മരിക്കുന്നത്. ദൈവത്തിന്റെ തന്നെ കുറിച്ചുള്ള പദ്ധതികൾ പൂർത്തീകരിച്ചു. താൻ വിശ്വാസത്താൽ തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് അപേക്ഷിച്ച് ആ സമയത്തും ആ ബന്ധം മുറുകെ പിടിച്ചാണ് തന്റെ മരണസമയത്തും ദൈവമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. സോ ഒരിക്കലും ആത്മഹത്യയല്ല, ഗോഡ്സ് അപ്രൂവ്ഡ് ഡെത്ത്. ഓക്കെ, ആ കാര്യം വിട്ടു നമ്മളിനി അടുത്ത വിഷയത്തിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഒരു റിലാക്സിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് തോന്നുന്നു അതിന്റെ ഉത്തരം സുമ സിസ്റ്റർ ഫുൾ മാർക്ക് മേടിച്ചിട്ടുണ്ട്, എനിക്ക് അയച്ചു തന്നു. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൺഗ്രാജുലേഷൻസ് സുമ ശശി. സോ അവാർഡ് ടു 10,000 റുപ്പീസിനുള്ള ക്യാഷ് അവാർഡിന് എലിജിബിലിറ്റി ഉണ്ട്. അത് വിശ്വാസത്താൽ, ശിംശോന്റെ പോലെ തന്നെ വിശ്വാസത്താൽ കർത്താവിൽ നിന്ന് പ്രാപിച്ച് എടുക്കണം. സോ 10 പോയിന്റ് 10 മാർക്കും 10 പോയിന്റും 10,000 റുപ്പീസും ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ വിശേഷ ലക്ഷണങ്ങൾ വെളിപ്പെടുത്തുന്ന പേരുകളാണ്. ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വിശേഷ ലക്ഷണങ്ങൾ വെളിപ്പെടുത്തുന്ന പേരുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു നല്ല മെയിൻ ഹെഡിങ് എഴുതുക. പോയിന്റ്സുകളൊന്നും വിട്ടുപോകാതെ ഓർഡറായിട്ട് എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക. 2 പോയിന്റ് എവിടെ വിട്ടുപോയി എന്നുള്ളതിനെ കുറിച്ച് ഇനി കണ്ടുപിടിക്കണം. ഓക്കെ, നിങ്ങളുടെ നോട്ട് ഓർഡറായി വന്നാൽ എളുപ്പമായിരുന്നു. അത് സീരിയസ് ആയിട്ട് എടുക്കുക. തിയോളജിയാണ്, അതുകൊണ്ട് ഭാവിയിൽ ഒരുപാട് ആവശ്യം നിങ്ങൾക്ക് വരും. ആ സമയത്ത് വിഷമിക്കരുത്. കിട്ടുന്ന അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, എഴുതിക്കും. വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന പേരുകളും, വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ, വേണമെങ്കിൽ അങ്ങനെ കൂടെ എഴുതാം. ദൈവത്തിന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന പേരുകളും വിശേഷ ലക്ഷണങ്ങൾ വെളിപ്പെടുത്തുന്ന പേരുകളും ഉള്ളതിനാൽ അവ രണ്ടും തരം തിരിച്ച് പഠിക്കേണ്ടതാണ്. ദൈവത്തിന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന പേരുകളും വിശേഷ ലക്ഷണങ്ങൾ വെളിപ്പെടുത്തുന്ന പേരുകളും ഉള്ളതിനാൽ അവ രണ്ടും തരം തിരിച്ച് പഠിക്കേണ്ടതാണ്. എല്ലാവരും എഴുതിയോ? ഓക്കെ, ദൈവത്തിന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന പേരുകൾ ആണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന പേരിൽ ഒന്നാമത്തത് പാറ, റോക്ക്, ഇംഗ്ലീഷിൽ എഴുതിക്കൊള്ളുക. ഹീബ്രുവിൽ അതിന് പറയുന്നത് കർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉച്ചാരണം ഹീബ്രുവിൽ തന്നെ വേണം, CUR എന്നാണ്. അത് 2 ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിൽ എഴുതുക, CUR. അതാണ് അവിടെ ഉപയോഗിച്ചേക്കുന്ന പേര് ഹീബ്രുവിൽ, പാറ എന്നത്. മോശയുടെ പാട്ടിൽ ദൈവത്തെ പാറ എന്ന് 5 പ്രാവശ്യം വിളിച്ചിരിക്കുന്നു. മോശയുടെ പാട്ടിൽ ദൈവത്തെ 5 പ്രാവശ്യം പാറ എന്ന് വിളിച്ചു. ആവർത്തന പുസ്തകം 32.
32-ന്റെ 4, 15, 18, 30. എഴുതിയോ? ഓക്കെ. അവൻ പാറ, രക്ഷയുടെ പാറ, നിന്നെ ജനിപ്പിച്ച പാറ, അവരുടെ പാറ തുടങ്ങിയവ അതിൽ ഉൾപ്പെടുന്നു. ദൈവത്തിന് പ്രകൃതിയിലെ ഒരു സ്വരൂപം സങ്കൽപ്പിക്കുവാനല്ല, മാറാത്തവൻ, ഉറപ്പുള്ളവൻ തുടങ്ങിയ ആശയം സൂചിപ്പിക്കുവാനാണ് ഈ പേരുകൾ. സങ്കീർത്തനം 28-1. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന എന്റെ പാറയായുള്ളോവേ, അങ്ങ് കേൾക്കാതിരിക്കരുതേ. പാറയായുള്ളോവേ, അങ്ങ് കേൾക്കാതിരിക്കരുതേ. സങ്കീർത്തനം 28:1. അപ്പൊ പാറ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ ഒരു സ്വരൂപം സങ്കല്പിക്കാനല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പഠിപ്പിക്കുമ്പോഴും ഈ കാര്യം മറ്റുള്ളവരെ ഞാൻ പറഞ്ഞു തരുന്ന പോലെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ തെറ്റായ വ്യാഖ്യാനങ്ങളും കള്ള ഉപദേഷ്ടാക്കന്മാർ നുഴഞ്ഞു വന്ന് സത്യത്തെ കൂട്ടിക്കളയാൻ പിശാചിനാൽ അയക്കപ്പെടുന്നവർ ഉണ്ട് എന്നുള്ള ചിന്ത നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഞാൻ തിരക്ക് പിടിച്ച് പറഞ്ഞു പോകാത്തതിന്റെ കാരണം അതാണ്. എനിക്കറിയാം ഇത് തീരാൻ ബുദ്ധിമുട്ടുണ്ട്, ടൈം എടുക്കും. പക്ഷെ പഠിക്കുന്ന അത്രയും കാര്യങ്ങൾ വ്യക്തതയുണ്ടായിരിക്കണം. അപ്പൊ മാറ്റമില്ലാത്തവൻ, ഉറപ്പുള്ളവൻ, ശക്തൻ എന്നൊക്കെയുള്ള അർത്ഥം ഉണ്ടാകുക. അത് സൂചിപ്പിക്കാനാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ. രണ്ടാമത്തത് കാദേശ്. കാദോഷ് എന്ന് പറഞ്ഞാൽ അർത്ഥം പരിശുദ്ധൻ എന്നാണ് അതിന്റെ വിവർത്തനം. യെശയ്യാവിലും സങ്കീർത്തനത്തിലും ഏറ്റവും അധികം പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു പരിശുദ്ധൻ എന്ന്, അല്ലെങ്കിൽ കാദോഷ് എന്ന്. ഇസ്രായേലിന്റെ പരിശുദ്ധൻ എന്നും സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നും ഇസ്രായേലിന്റെ പരിശുദ്ധൻ എന്നും സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നും നിരന്തരം സ്വർഗത്തിൽ പാടിക്കൊണ്ടിരിക്കുന്നു. നാല് ജീവികളും റെവലേഷൻ 4:8, വെളിപ്പാട് 4:8. 4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണും നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഖാദോഷ്, അതാണ് പരിശുദ്ധൻ. ഹോളി 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 ദ ലോർഡ് ഗോഡ് ഓൾമൈറ്റി ഹു വാസ് ഹു ഈസ് ടു കം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതാണ് ഈ കാദോഷ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഓക്കെ, നമ്മൾ അടുത്ത ഇതിലേക്ക് വരികയാണ്. 3 എൽ റോയ്. എൽ റോയ്, ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ L-ROI, റോയ്. കാണുന്നവൻ, അവിടുത്തെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അർത്ഥം ഇതാണ്, കാണുന്നവൻ.
എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. ഓക്കെ, കാണുന്നവൻ എന്ന് പറഞ്ഞ ഓർഗൻ ദൈവത്തിന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല, ആരുമില്ല, എവിടെയില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം പാതാളത്തിൽ ചെന്നാൽ അവിടെയും നിന്റെ കണ്ണുകൾ എന്നെ കാണും. ഉഷസിന്റെ അറ്റത്ത് ചിറക് വിരിച്ച് ഉഷസിന്റെ അറ്റത്ത് ചെന്നാൽ അവിടെയും നിന്റെ കൈ എന്നെ കാണും. ദൈവത്തെ മറഞ്ഞ് ആർക്കും എവിടെയായിരിക്കാൻ പറ്റില്ല. അതാണ് 2 ദിനവൃത്താന്തം 16:9. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായി ഇരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. തന്നിൽ ഏകാഗ്ര ചിത്തം, മനസ്സ്, ക്രിസ്തുവിൽ വേരൂന്നി മനസ്സൂന്നി ഹൃദയം ഏകാഗ്രതയോടെ ഇരിക്കുന്നവർക്ക് വേണ്ടി ദൈവം തന്നെത്താൻ ബലവാനാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി യഹോവയുടെ ദൃഷ്ടി ഭൂമിയൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ആ അർത്ഥമാണ് പുതിയ നിയമത്തിൽ എൽ റോയ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നാല് കന്ന, KANNA, കന്ന. കാനായിലെ കല്യാണം ആ കാനയല്ല, ന, തീഷ്ണതയുള്ളവൻ അർത്ഥം. പുറപ്പാട് 20:5, 34:14, ആവർത്തനം 5:9. വായിച്ചോണോ? അവിടെ ഞാൻ തീഷ്ണതയുള്ളവൻ, തീഷ്ണൻ. കാനാന്റെ സ്പെല്ലിംഗ് എന്ന് പറയാമോ മാസ്റ്ററെ? KANNA. കാന എന്നല്ല കേട്ടോ, കന്ന, കന്ന. ഇംഗ്ലീഷ് കണ്ണാന്ന് വിളിക്കുന്ന ഇതായിരിക്കും. അല്ല 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 അല്ല, ഇന്ന വരരുത്. ഇന്ന ഇന്ന നായുടെ ഇന്ന. കണ്ണ വരരുത്, കന്ന അല്ലെങ്കിൽ കന്ന. ഓക്കെ. ഇംഗ്ലീഷിൽ അതിന് ജലസ്. ജലസ് എന്ന് പറഞ്ഞാൽ തീഷ്ണതയുള്ളവൻ. ഇംഗ്ലീഷിൽ ജലസ് എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നു. ഇവിടെ അസൂയ എന്ന് അർത്ഥമുണ്ടെങ്കിലും തെറ്റായ ഒരു അസൂയയല്ല. തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല എന്നതാണ് ആശയം. ആ നിലയ്ക്ക് തീഷ്ണതയുള്ളവൻ എന്ന് ചിന്തിക്കണം. യെശയ്യാവ് 9:7, സക്കറിയ 1:14, 8:2. ഈ റെഫറൻസുകൾ ഇന്ന് തന്നെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് വായിച്ച് നോട്ടിൽ എഴുതിയാലേ നിങ്ങൾക്ക് ഈ ആശയം മനസ്സിലാകത്തുള്ളൂ കേട്ടോ. യെശയ്യാവ് 9:7, സക്കറിയാവ് 8:2. 1:14 അല്ലേ? അതെ, സക്കറിയാവ് 1:14, 8:2. ഇത് ഇന്ന് തന്നെ വായിച്ചാലേ നിങ്ങൾക്ക് ഈ വിഷയം പിടികിട്ടത്തുള്ളൂ. അങ്ങനെ തന്നെ മുമ്പോട്ട് പോകുകയും വേണം കേട്ടോ. എനിക്ക് ചെറിയൊരു സംശയം ഉണ്ട്, നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ഇതൊക്കെ മടക്കി വെച്ചിട്ട് അടുത്ത ചൊവ്വാഴ്ചയെ പിന്നെ പുസ്തകം എടുക്കുന്നുള്ളൂ എന്ന്. ഒരു അങ്ങനെ 75% കറക്റ്റാ. ഇല്ല, നോക്കാൻ വേണ്ടി എടുക്കും, ഇടയ്ക്കിടയ്ക്ക് നോക്കും, ഫുള്ള് നോക്കത്തില്ല. ഈ ടച്ച് പോയാൽ പോയി കേട്ടോ. ഈ ചരിത്രം പോലെയല്ല തിയോളജി. നിങ്ങൾ ഇത് മനനം ചെയ്യണം. ഇത് പല പ്രാവശ്യം പഠിച്ചും ചിന്തിച്ചും മനസ്സിൽ വെച്ചാലേ നിങ്ങൾക്ക് ഇതൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ.
ഒന്ന് വായിച്ച് ഒരാഴ്ച കഴിഞ്ഞ് വായിച്ചാൽ ഒന്നും പിടികിട്ടുന്ന സംഭവം അല്ലത്. പക്ഷെ ഇന്ന് തന്നെ ഈ റെഫറൻസുകൾ നിങ്ങൾ വായിച്ച് ഇതൊന്നുകൂടെ ചിന്തിച്ചാൽ ക്ലിയർ ആയി. അപ്പൊ ആ 75% എന്ന് പാസ്റ്റർ പറഞ്ഞത് നിങ്ങൾ അതിനെ ചേഞ്ച് ചെയ്യണം. എല്ലാവരും ഇത് തന്നെ ചെയ്യണം. 1% പോലും ബാക്കി, ഒരു കുളമ്പടി പോലും മിസ്രൈമിൽ ശേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും അത് ചെയ്തേ പറ്റൂ കേട്ടോ. അല്ലെങ്കിൽ ആ 14 പോയിന്റ് എവിടെ മിസ് ചെയ്തെന്ന് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞേനെ. അതുകൊണ്ടാണ് എനിക്കപ്പോ ഒരു സംശയം എനിക്ക് തോന്നി, ഇത് അടുത്ത ചൊവ്വാഴ്ച ഇനി ബുക്ക് എടുക്കുന്നുള്ളൂ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, ഈ റെഫറൻസുകൾ ചെക്ക് ചെയ്യണം. അഞ്ചാമത്തെ കാദിക്. കദിന ദ ഇദ്ദയല്ല ദ കാദിക്. CADDIK എന്നാണ് അതിന്റെ ഗ്രീക്കാണ്. CADDIK. നീതിയുള്ള എന്നർത്ഥം. ഇരമ്യാവ് 23:6. നീതിയുള്ള എന്നർത്ഥം. ദാവീദിന്റെ മുളയായ മശിഹ യഹോവ നമ്മുടെ നീതി എന്ന് വിളിച്ചിരുന്നു. ദാവീദിന്റെ കുറ്റിയിൽ നിന്നൊരു വേർ മുളയ്ക്കും. എവിടെയാണത്? യെശയ്യാവ് 11 യഹോവ നമ്മുടെ നീതി എന്ന് വിളിച്ചിരുന്നു. പക്ഷെ കട്ടായിപ്പോയി. എന്തോ പറഞ്ഞു? എന്താ? ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. ഇരമ്യാവ് 23:5-6. ഇത് എഴുതണമെന്നില്ല, നിങ്ങളിത് മനസ്സിലാക്കി ഇന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേലിൽ നിർഭയം വസിക്കും. അന്ന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. അതാണ് കാദിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതിയോ? ഇനി നിങ്ങൾ ഒരാൾ എഴുതിയതൊന്ന് പറഞ്ഞേ, ഇതിലേതെങ്കിലും വിട്ടുപോയോന്ന് ഇപ്പൊ തന്നെ ചെക്ക് ചെയ്ത് പോണം. ദൈവത്തിന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന പേരുകൾ. പക്ഷെ ആദ്യം തുടങ്ങി അങ്ങ് പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ ദൈവത്തിന്റെ വിശേഷ ലക്ഷണങ്ങൾ വെളിപ്പെടുത്തുന്ന പേരുകൾ. അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. വ്യക്തിത്വം അത് എഴുതിയിട്ടില്ലേ? വ്യക്തിത്വം അല്ല പക്ഷേ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന പേരുകളും വിശേഷ ലക്ഷണങ്ങൾ വെളിപ്പെടുത്തുന്ന പേരുകളും ഉള്ളതിനാൽ ഇവ രണ്ട് തരം തിരിച്ച് പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഒരു നോട്ട് കൊടുക്കാവുന്ന അത്രയും ലളിതമായിട്ടും ആണ് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. കാരണം ഇത് നാളെ നിങ്ങൾക്ക് ഒരാൾക്ക് പഠിപ്പിക്കണമെങ്കിൽ ആ മെറ്റീരിയൽ ഞാൻ ഇപ്പൊ തരികയാണ്. അതുകൊണ്ടാണ് ആ നിലയിൽ തരുന്നത്. ഓക്കെ, പറഞ്ഞു. എല്ലാരും അവരവരെ നോട്ട് ചെക്ക് ചെയ്യണം കേട്ടോ, പോയിന്റ്സും റെഫറൻസും. ഒന്ന് ഞാൻ വായിക്കാം, രണ്ടുപേരൊരാൾ വായിക്കാം അല്ലേ? ദൈവത്തിന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന പേരുകൾ. 1 പാറ, റോക്ക്. കർ, ഹീബ്രു പദം. മോശയുടെ പാട്ടിൽ ദൈവത്തെ പാറ എന്ന് 5 പ്രാവശ്യം വിളിച്ചിരിക്കുന്നു. ആവർത്തന പുസ്തകം 32, 4, 15, 18, 30. അവൻ പാറ, രക്ഷയുടെ പാറ, നിന്നെ ജനിപ്പിച്ച പാറ, അവരുടെ പാറ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ദൈവത്തിന് പ്രകൃതിയിലെ ഒരു സ്വരൂപം സങ്കല്പിക്കുവാനല്ല, മാറാത്തവൻ, ഉറപ്പുള്ളവൻ എന്ന ആശയങ്ങൾ മനസ്സിലാക്കി തരുവാനാണ് ഈ പേരുകൾ. സങ്കീർത്തനം 28:1. ഓക്കെ, വെരി ഗുഡ്. ഇനി പേരുകൾ അങ്ങ് വായിച്ചോ, സമയം പോകാതിരിക്കാനാണ്. മറ്റൊരാള്. 2 കാദേശ്, പരിശുദ്ധൻ. ഓക്കെ,
3 എൽറോയ്, ആ കാണുന്നവൻ എന്നർത്ഥം. 4 കന്ന, തീഷ്ണതയുള്ളവൻ. 5 കാദിക്, ആ നീതിയുള്ള. ഓക്കെ. 6 അടുത്തത് ഗിബ്ബോർ. ഗീതം എന്നുള്ള ഗിബ്ബോർ. സൈന്യസമേതനായി, യുദ്ധവീരനായ ദൈവം, അതാണ് അർത്ഥം. ഗിബ്ബോർ എന്ന് പറയുമ്പോൾ GIBBOR, ഗിബ്ബോർ. ഓക്കെ. അപ്പൊ 6 പേരുകളാണ് പുതിയ നിയമത്തിൽ ശ്രദ്ധേയമായിട്ടുള്ളത്. അതിന്റെ ഇതൊന്ന് പറ. സൈന്യസമേതനായ ദൈവം, സൈന്യസമേതനായി യുദ്ധവീരനാം ദൈവം. സൈന്യസമേതനായി യുദ്ധവീരനാം ദൈവം. ഓക്കെ. ഒന്ന് റിലാക്സ് ചെയ്യാം, ശ്വാസമൊക്കെ ഒന്ന് വലിച്ചെടുക്കാം. ശാന്ത ടീച്ചറെ ഒന്നും ചെയ്യരുത് കേട്ടോ, വീഡിയോ ഒന്നും ചെയ്യരുത്, മ്യൂട്ടൊന്നും ചെയ്യരുത്. ശാന്ത ടീച്ചർ അങ്ങനെ തന്നെ ഇരുന്നു. ഓക്കെ. ഇനി നമ്മൾ ബ്രേക്ക് തരുന്നുണ്ടല്ലോ. ബ്രേക്ക് തരുന്നുണ്ട്. തിയോളജി ആയതുകൊണ്ടാ. ദൈവത്തിന്റെ വിശേഷ ലക്ഷണങ്ങൾ എഴുതിക്കോ. Attributes of God. Attributes of God. ഇംഗ്ലീഷിൽ ആട്രിബ്യൂട്ട്സ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് ഈ പദം മാത്രം പോരാ എന്നൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ തിയോളജിയന്മാരുടെ ഇടയിൽ. അത് മാത്രം പോരാ, അതൊരു സത്യവുമാണ്. ഇതെഴുതിക്കോ. ഒരു വസ്തുവിനോടോ വ്യക്തിയോടോ കൂട്ടിച്ചേർക്കപ്പെട്ട ഗുണങ്ങൾ എന്ന ആശയമാണ് ആട്രിബ്യൂട്ട്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു വസ്തുവിനോടോ വ്യക്തിയോടോ കൂട്ടിച്ചേർക്കപ്പെട്ട ഗുണങ്ങൾ എന്ന ആശയമാണ് ആട്രിബ്യൂട്ട്സ്. ശരിക്കും പറഞ്ഞാലേ ദൈവത്തെ നമുക്ക് എന്തിനോട് ഉപമിക്കാൻ പറ്റും? ദൈവത്തെ ഒന്നിനോട് ഉപമിക്കാൻ പറ്റില്ല. തനിക്ക് തുല്യൻ താൻ മാത്രം. അതാണ്. നമ്മളൊരു പാട്ട് പാടുന്നുണ്ട്. ഞാൻ ആ പാട്ട് ആ വരി മാത്രം പാടുന്നത് ശരിയല്ല എന്നാ ചിന്തിക്കുന്നത്. ദൈവമേ നിൻ മഹാസ്നേഹം ഇൻവിധമാർക്ക്, ദൈവമേ നിൻ മഹാസ്നേഹ, ആ പാട്ടുണ്ടല്ലോ. സിന്ധു സമാനമാണോ ദൈവത്തിന്റെ സ്നേഹം? അത്രയേ ഉള്ളോ? സിന്ധുവിനൊരു തുടക്കമുണ്ട്, ഒരു അവസാനമുണ്ട്. ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് സത്യത്തിൽ വർണ്ണിക്കാൻ, അത് മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു പദം ഈ ഭൂമിയിലില്ല, ഒരു ഭാഷയിലുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ആട്രിബ്യൂട്ട്സ് എന്ന പദം പോരാ എന്നൊരു ചിന്ത വന്നിരിക്കുന്നത്. സമ്പൂർണതകൾ, അതാണ് എക്സലൻസ്, ശ്രേഷ്ഠതകൾ എന്നൊക്കെ പറയാം. ദൈവത്തിനുള്ളത് ദൈവത്തിന് മാത്രമുള്ളതാണ്. അത് വേറെ ആർക്കും ഇല്ല. നിസ്തുല്യൻ,
എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ തുല്യമായി മറ്റൊന്നില്ലാത്തവൻ. തുല്യമായി മറ്റൊന്നില്ലാത്തവൻ. ആകാശത്തോളം ഉയർന്നിരിക്കുന്നു എന്ന് പറയാം, പക്ഷെ അത്രയും ആണെന്ന് പറയരുത്. അതിനോട് നമുക്ക് നമ്മുടെ ഈ കൊച്ചു മനസ്സിൽ ഇപ്പൊ കടല് പോലെ എന്ന് പറയാൻ പറ്റത്തില്ല. കടല് പോലെയല്ല, അതിനേക്കാളൊക്കെ വലുതാണ്. ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയിലുള്ള ഒന്നും ദൈവത്തിന് തുല്യമോ ദൈവത്തിന്റെ പൂർണ്ണത വെളിപ്പെടുത്താവുന്നതോ അല്ല. അങ്ങനെ ഒന്നില്ല ഇവിടെ. അതുകൊണ്ട് ദൈവത്തെ ഏതെങ്കിലും ഒന്നിനോട് നമ്മൾ തുല്യപ്പെടുത്തി പറഞ്ഞ് ലിമിറ്റ് ചെയ്യരുത്. അതൊക്കെ പറയുമ്പോഴും പിള്ളേരെ പഠിപ്പിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. സൺഡേ സ്കൂൾ ടീച്ചേഴ്സൊക്കെ, ഞാൻ നിങ്ങൾക്ക് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് ഒരു അയച്ചു തന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? വീഡിയോ കണ്ടായിരുന്നോ? ഐഡാൾട്ടേഴ്സ് എല്ലാം കാണേണ്ട വീഡിയോ ആണ് ഞാൻ ഇതിൽ ഇടുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഞാൻ ഇടുന്ന പോസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടതും നിങ്ങൾക്ക് ഭാവിക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് അത് ഈ ക്ലാസ് പോലെ തന്നെ നിങ്ങളത് കാണുക. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ സദ്ഗുണങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന് മാത്രമുള്ളത്, ദൈവത്തിന് മാത്രം ഉള്ളതാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ദൈവത്തിന്റെ സത്തയോട്, അത് എഴുതിക്കോ നിങ്ങൾ, ദൈവത്തിന്റെ സത്തയോട് സദ്ഗുണങ്ങൾ ചേർക്കപ്പെടുകയല്ല, ദൈവത്തിന്റെ സത്ത അവിടുത്തെ സൽഗുണങ്ങളുടെ നിറവാകുന്നു. അവയിലൂടെ വെളിപ്പെടുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ സത്ത അവിടുത്തെ സൽഗുണങ്ങളുടെ നിറവാകുന്നു, അവയിലൂടെ വെളിപ്പെടുകയും ചെയ്യുന്നു. അതെ, ഇത് നിങ്ങളൊരു 2-3 പ്രാവശ്യം വായിക്കണം, അപ്പോഴാണ് മനസ്സിൽ അത് ക്ലിക്ക് ചെയ്യുള്ളൂ കേട്ടോ, മനസ്സിലങ്ങ് കയറുകയുള്ളൂ. ഇപ്പം ഇതെന്തൊക്കെയാണ് ദൈവമേ എന്നൊക്കെ ഒരു ചിന്ത വരും. ചിന്തിക്കൊന്നും വേണ്ട, ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ സംഗതി പിടികിട്ടും. ഈ ദൈവത്തിന്റെ വിശേഷ ലക്ഷണങ്ങൾ വിവിധ രീതിയിലും വീക്ഷണത്തിലും ദൈവശാസ്ത്രജ്ഞന്മാർ തരം തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ലളിതമായ രീതിയിലാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ഇതിനേക്കാളൊക്കെ വലിയ കട്ടിയുള്ളതായി തോന്നിക്കുന്ന നിലയിലൊക്കെ തരംതിരിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഭാവിയിലേക്ക് നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം ഇവിടെ ഏറ്റവും ലളിതമായ രീതിയിലാണ് ഞാനിത് ചെയ്തു തരാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് നീ കുറയ്ക്കാനൊന്നും നിങ്ങൾ ശ്രമിക്കരുത് കേട്ടോ. ഏറ്റവും കുറച്ചാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് കട്ട് ഔട്ട് ചെയ്യാനൊന്നും നിൽക്കരുത്, വിട്ടുകളയാനും നിൽക്കരുത്. അവസാനം ഒന്നുമില്ലാതെ ആയിപ്പോ നിങ്ങളുടെ നോട്ട്. അതുകൊണ്ട് ഏറ്റവും ലളിതമായ രീതിയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് എന്നുള്ള ഓർമ്മയിൽ നിങ്ങൾ ഇത്രയെങ്കിലും ഫുള്ളായിട്ട് പാസ് എഴുതിയത് കറക്റ്റ് ആയിരുന്നു, അതുപോലെയൊക്കെ തന്നെ ചെയ്തേക്കണം. വല്ല നിവൃത്തി ഉണ്ടായിരുന്ന ഞാൻ നോട്ടൊക്കെ ചെക്ക് ചെയ്തേനെ. അവിടെ അങ്ങനെയായിരുന്നു. നമ്മുടെ അഡാൾട്ടില് നിങ്ങളുടെ നോട്ട് എല്ലാ മാസവും കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് മാർക്കിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ ആയിരുന്നു. ഇപ്പം നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കരുതുണ്ട്. നമുക്ക് സമ്പർക്കം പുലർത്താൻ പറ്റാത്ത ആട്രിബ്യൂട്ട്സ്, വിശേഷ ലക്ഷണങ്ങളും ഉണ്ട്. നമുക്ക് സമ്പർക്കം പുലർത്താവുന്ന വിശേഷ ലക്ഷണങ്ങളും ഉണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ, ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിക്കോ. 1, നമുക്ക് സമ്പർക്കം പുലർത്താൻ കഴിയാത്ത വിശേഷ ലക്ഷണങ്ങൾ. നമുക്ക് സമ്പർക്കം പുലർത്താൻ കഴിയാത്ത വിശേഷ ലക്ഷണങ്ങൾ. അൺറിലേറ്റഡ് ആട്രിബ്യൂട്ട്സ്. ഇത് ദൈവത്തിന്റെ ആന്തരിക സ്വഭാവങ്ങളെ കുറിക്കുന്നവയാകുന്നു. അൺറിലേറ്റഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആന്തരിക സ്വഭാവങ്ങളെ കുറിക്കുന്നവയാകുന്നു. 2, പ്രവർത്തിത വിശേഷ ലക്ഷണങ്ങൾ. പ്രവർത്തിത വിശേഷ ലക്ഷണങ്ങൾ.
active attributes. Active attributes. മൂന്ന് ധാർമ്മിക വിശേഷ ലക്ഷണങ്ങൾ. ധാർമ്മിക വിശേഷ ലക്ഷണങ്ങൾ, മോറൽ ആട്രിബ്യൂട്ട്സ്. ഈ മൂന്നായിട്ടാണ് ദൈവത്തിന്റെ വിശേഷ ലക്ഷണങ്ങളെ തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്ന് അൺറിലേറ്റഡ് ആട്രിബ്യൂട്ട്സ്, നമുക്ക് സമ്പർക്കം പുലർത്താൻ കഴിയാത്ത വിശേഷ ലക്ഷണങ്ങൾ. രണ്ട് പ്രവർത്തിത വിശേഷ ലക്ഷണങ്ങൾ, ആക്റ്റീവ് ആട്രിബ്യൂട്ട്സ്, നമുക്ക് സമ്പർക്കം പുലർത്താൻ പറ്റുന്നവയാണ്. മൂന്ന് ധാർമ്മിക വിശേഷ ലക്ഷണങ്ങൾ, മോറൽ ആട്രിബ്യൂട്ട്സ്. അതിൽ ഒന്ന് അതാണ് നമ്മൾ എഴുതുന്നത്, സമ്പർക്കം പുലർത്താൻ കഴിയാത്ത വിശേഷ ലക്ഷണങ്ങൾ, അൺറിലേറ്റഡ് ആട്രിബ്യൂട്ട്സ്. ഇതിന്റെ നോട്ട് എഴുതണോ? വേണോ? ടൈറ്റിൽസ് മാത്രം, പേര് മാത്രം മതിയോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്ന് പറഞ്ഞാലേ ദൈവം ആരാണ്, ദൈവം എന്താണ്, ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത്, ദൈവത്തിന്റെ ആരംഭം എവിടുന്നാണ് മുതലായ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അതിനാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിങ്ങനെ ചോദിക്കുന്ന പലരുണ്ട്. നിങ്ങൾ സുവിശേഷം പറയ ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത് എന്നുള്ള വിഷയം അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. അതാണ് തിയോളജിയുടെ പ്രത്യേകത. അത് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം അതാണ് ഈ മൂന്ന് കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ അവിടുത്തെ ആന്തരിക സ്വഭാവങ്ങളെ വെളിപ്പെടുത്തുന്നതാണിവ. സകലവും അസ്തിത്വം പ്രവഹിക്കുന്നതിന് മുമ്പ് ദൈവം എങ്ങനെയായിരുന്നു എന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കും. ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം എവിടെയായിരുന്നു, ദൈവം എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയുന്നത്? അതാണ് ഇത്. ഓക്കെ, എഴുതിക്കും. സ്വയാസ്തിത്വം, എക്സിസ്റ്റൻസ്. സ്വയാസ്തിത്വം, സെൽഫ് എക്സിസ്റ്റൻസ്, ഗോഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ അസ്തിത്വത്തിന് ആധാരം തന്നിൽ തന്നെ എന്നർത്ഥം. ദൈവത്തിന്റെ അസ്തിത്വത്തിന് ആധാരം തന്നിൽ തന്നെയാണ്. കൊസായു എന്ന പ്രയോഗത്താൽ ഈ വസ്തുത വ്യക്തമാക്കാറുണ്ട്. കൊസായി എന്ന് പറഞ്ഞാലേ CAUSA, കോസ് നമ്മൾ പറയുമല്ലോ, കാരണം. കോസ് SUI, കൊസായു. അതൊക്കെയാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ നമുക്ക് കിട്ടുന്നത്. ഹീബ്രുവിലും ഗ്രീക്കിലൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി വ്യത്യാസമൊക്കെ വന്നേക്കാം, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാം? ഹി ഈസ് ഹിസ് ഓൺ കോസ്. ഹി ഈസ് ഹിസ് ഓൺ കോസ്. ദൈവത്തിന്റെ അസ്തിത്വത്തിന് മറ്റൊരു കാരണത്താൽ ഉണ്ടായതല്ല. ദൈവം ഒരു കാരണത്തിൽ നിന്ന് ഉണ്ടായതല്ല. അതാണ് അതിന്റെ അർത്ഥം. അത് സൂചിപ്പിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. ആർക്ക് പറയാം? യോഹന്നാൻ 1:1. അവൻ സകലത്തിനും കാരണഭൂതൻ. ജഡത്താലല്ല, ആണോ? പുരുഷന്റെ ഇഷ്ടത്താലും അല്ല. ദൈവം ഉണ്ടായതിന്റെ കാരണം മറ്റാരോ മറ്റൊന്നോ ഏതെങ്കിലും ശക്തിയോ അല്ല. ദൈവം ഉണ്ടാകുന്നതിനൊരു കാരണമില്ല. ഹി ഈസ് ഹിസ് ഓൺ കോസ്. അവന് കാരണം ദൈവം തന്നെ.
ഇതാണ് ഈ ചോദ്യം. ഇത് നിങ്ങൾ അറിഞ്ഞിരുന്നാലേ ദൈവത്തിന് മുമ്പ് ആരെങ്കിലും ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ദൈവത്തെ ആരാ ഉണ്ടാക്കിയെന്ന് ഒരാൾ ചോദ്യം ചോദിച്ചാൽ നമ്മൾ പറയണം സെൽഫ് എക്സിസ്റ്റൻസ് ഗോഡാണ് നമ്മുടെ ദൈവം. ഹീസ് കോസ് ഓഫ് ഹിസ് ഓൺ കോസ്. ദൈവത്തിന്റെ കാരണത്തിന് മറ്റൊന്നും കാരണമല്ല, ദൈവം മാത്രമാണ് കാരണം. എന്നാൽ ബാക്കിയുള്ള അതിലൊന്നും അങ്ങനെയില്ല. ഞാനാകുന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല. എബ്രായർ 2:10 വായിച്ച്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകൻ പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷകനായ സകലത്തിലും കാരണഭൂതനായിരിക്കുന്നതാണ്. ഓക്കെ. യെശയ്യാവ് 40:18 റെഫറൻസ് എങ്കിലും എഴുതിയെടുത്ത് കേട്ടോ. എഴുതിയെടുത്തിട്ട് ഒന്ന് വായിക്കണേ ഇന്ന് തന്നെ. സങ്കീർത്തനം 94:8, അപ്പോസ്തലപ്രവൃത്തി 17:25. സകലതും അവനിൽ നിന്ന് അവനാലും അവങ്കലേക്കുമാകുന്നു, അവിടുത്തേക്ക് എന്നും മഹത്വം, ആമേൻ. അതാണ് സകലതും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നു. എ അല്ലേ നമ്മൾ എഴുതുക. ഇനി ബി, ഇമ്മ്യൂട്ടബിൾ, മാറ്റമില്ലായ്മ. എല്ലാ മാറ്റങ്ങൾക്കും അതീതമാണ് ദൈവത്തിന്റെ സമ്പൂർത്തി എന്ന് ഇതിന് അർത്ഥം. ദൈവത്തിന് മാറ്റമില്ല. ദൈവത്തിന്റെ ആ സ്വഭാവത്തിനോ ദൈവത്തിന്റെ വിശേഷ ലക്ഷണങ്ങൾക്കോ ദൈവത്തിനോ ഒരിക്കലും മാറ്റം വരുന്നില്ല. മാറ്റമില്ലാത്തവൻ. ബാക്കിയെല്ലാം മാറും, ദൈവം മാത്രം മാറിയല്ല. ആണ് മാറ്റമില്ലാത്തവൻ, ഇമ്മ്യൂട്ടബിൾ, ബി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി സി, അനന്തൻ ആകുന്നു. 3 സി, ദൈവം അനന്തനാകുന്നു. ഗോഡ് ഈസ് ഇൻഫിനൈറ്റ്. സമ്പൂർണനായ ദൈവം സകല പരിമിതികൾക്കും അതീതനാകുന്നു. സമ്പൂർണനായ ദൈവം സകല പരിമിതികൾക്കും അതീതനാകുന്നു. ഇൻഫിനൈറ്റ് ഗോഡ്. ദൈവത്തിന്റെ അനന്തതയെ 2 വിധത്തിൽ വിശദീകരിക്കാം. ഒന്ന്, ദൈർഘ്യത്തോടുള്ള ബന്ധത്തിൽ. ഇൻ റിലേഷൻ ടു സ്പേസ്. പ്രപഞ്ചത്തിലും സ്വർഗങ്ങളിലും ദൈവം ഒതുങ്ങുകയില്ല. അനന്തമായ അളവുകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ദൈവം. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. അപരിമേയത്വം എന്ന് പറയുന്നു. ദൈവത്തിന്റെ ദിവ്യത്വം എല്ലായിടത്തും ഉണ്ട്. 1 രാജാക്കന്മാർ 8:27. എന്നാൽ ദൈവം യഥാർത്ഥമായ സ്വർഗത്തിൽ വസിക്കുന്നുവോ?
സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അങ്ങ് അടങ്ങുകയില്ലല്ലോ, പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? അതാണ് പരിമിതികളില്ലാത്ത ദൈവം ഇൻ റിലേഷൻ ടു ദ സ്പേസ്. റെഫറൻസ് എഴുതിയോ? ഓക്കെ. 1 രാജാക്കന്മാർ 8:27. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അവിടുന്ന് അടങ്ങുകയില്ലല്ലോ, ദാവീദ് ചോദിക്കുന്നത്. 2, സമയത്തോടുള്ള ബന്ധത്തിൽ. ഇൻ റിലേഷൻ ടു ടൈം. സമയത്തോടുള്ള ബന്ധത്തിൽ ദൈവം നിത്യനാണ്. സമയത്തോടുള്ള ബന്ധത്തിൽ ദൈവം നിത്യനാണ്. ആവർത്തനം 3:27, നെഹമ്യ 9:5, പുറപ്പാട് 15:18, യിരെമ്യാവ് 10:10. ഓക്കെ, ഇത്ര കുറെ റെഫറൻസുകളുണ്ട്. ഈവൻ ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് ദോ ആറ്റ് ഗോഡ്. പുറപ്പാട് എത്ര? പുറപ്പാട് 15:18. ഇതിന്റെ അർത്ഥം എന്താണ്? ദൈവം നിത്യത മുതൽ നിത്യത വരെ തുടരുന്നു. നിത്യത മുതൽ ദൈവം നിത്യത മുതൽ നിത്യത വരെ സ്ഥിതി ചെയ്യുന്നു. ഈവൻ ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് ദോ ആറ്റ് ഗോഡ്. അതാണ് നിത്യത മുതൽ നിത്യത വരെ. അതുകൊണ്ടാണ് ദൈവത്തിന് മുൻപ് ആരുമില്ല, ദൈവത്തിന് അപ്പുറവും ആരുമില്ല. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫീൽഡിൽ ഇറങ്ങി കഴിയുമ്പോൾ ചോദ്യം വരും, ദൈവത്തിന് മുമ്പ് ആരാ ഉണ്ടായിരുന്നേ? ദൈവം കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത്? ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് എങ്ങനെയാണല്ലോ തിയോളജിയന്മാരായി മാറുന്നത്. വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കണം ഇങ്ങനെ. അപ്പൊ അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ രണ്ടിലൊന്ന് സംഭവിക്കും. അതാണ്, അതിൽ നല്ലത് വരട്ടെ. അതെ, ഒരുപാട് പഠിക്കരുത്. PhD ഒന്നും എടുക്കാൻ ഞാൻ പറയുന്നില്ല, പക്ഷെ കുറെ ചിന്തിക്കണം. PhDക്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒരാൾ PhDക്ക് പറഞ്ഞത്, PhDക്കാർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ജോബ് തോമസ് PhD എടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. തിയോളജിയില് ഒരുപാട് പഠിച്ച് എടുക്കുന്നുണ്ടോ? ആ PhD അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. തിയോളജിയില് ഞാൻ തിയോളജി പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടില് ഈ തിയോളജി വർഷങ്ങളോളം തിയോളജി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സാറ്, അദ്ദേഹം അമേരിക്കയിൽ പോയി PhD എടുത്തു. PhD എടുത്തു കഴിഞ്ഞപ്പോ ഈ മാതൃഭൂമി പത്രത്തിൽ അദ്ദേഹം ഒരു ആർട്ടിക്കിൾ കൊടുത്തു ഈ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച്. ഒരു ഫുൾ പേജാണ് കേട്ടോ, ഒരു ഫുൾ പേജ്. ഞാനത് കണ്ട. അദ്ദേഹം പറഞ്ഞേക്കുന്നത് പഠിച്ചു വന്ന് പുള്ളി പറഞ്ഞു യേശു ക്രിസ്തു ദൈവമേ അല്ല. അതാണ് പുള്ളി പഠിച്ചു വന്നു കഴിഞ്ഞിട്ട് പുള്ളി നിർത്തി, ഈ പരിപാടിയെ നിർത്തി. അപ്പൊ യേശു ക്രിസ്തു ദൈവം അല്ല എന്നാണ് പുള്ളിക്ക് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം പുള്ളിയുടെ കണ്ടെത്തല്. അപ്പൊ ആ PhDക്ക് പറയുന്നത് പെർമനന്റ് ഹെഡ് ഡാമേജ് എന്നാണ്, പിന്നെ നന്നാക്കാൻ പറ്റിയല്ല. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് പോകരുത്. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം, ചിന്തിച്ചേ പറ്റൂ. അല്ലാതെ നമ്മൾ സുവിശേഷകൻ ഇതിനെക്കുറിച്ച് ഈ പൗലോസൊക്കെ വൻ കാര്യങ്ങൾ പറയുന്നില്ലേ. പത്രോസ് സ്കൂളിൽ പോലും പോയിട്ടില്ല, പക്ഷെ അവരൊക്കെ അല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളല്ലേ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കും. സോ അതിൽ നിന്ന് ഒഴിവാകരുത്. ഇത് ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊന്നും പറയാനും പാടില്ല. ചിന്തിക്കണം. സമയത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തെ പറയുമ്പം ഈവൻ ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് ദോ ആറ്റ് ഗോഡ്, നിത്യത തുടങ്ങി നിത്യതയിൽ വരെ നിൽക്കുന്ന സ്ഥിതി ചെയ്യുന്ന ദൈവം. ഓക്കെ, ആ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നത്. എഴുതുമ്പം കുറച്ച് സ്ലോ വേണം. എന്റെ പൊന്നെ, ഈ സ്ലോയ ഇത് എപ്പ തീരും സുനിലേ? എഴുതുന്നത് ഞാനല്ലല്ലോ, നിങ്ങളല്ലേ എഴുതുന്നത്. ഓക്കെ, ABC നമ്മൾ എഴുതിയല്ലേ. D മൂന്നാമത്തേത്,
ദൈവം ആത്മാവാകുന്നു. ഗോഡ് ഈസ് സ്പിരിറ്റ്. ആത്മാവാകുന്നു. ആത്മാവെന്ന് പറഞ്ഞതുകൊണ്ട് ആളത്വമില്ലാത്ത ഒരു ശക്തി എന്ന് അർത്ഥമാകുന്നില്ല. പലരുടെയും ചിന്ത അങ്ങനെയാ. ആത്മാവെന്ന് പറയുമ്പോൾ ആളത്വമില്ലാത്ത ഒരു ശക്തി എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. ദൈവത്തിന് ആളത്വമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആത്മാവെന്ന് പറയുന്നത് കൊണ്ട് ആളത്വമില്ലാത്ത ഒരു ശക്തി മാത്രമെന്ന് അർത്ഥമാകുന്നില്ല. ദൈവം ചിന്തിക്കുന്നു, സംസാരിക്കുന്നു, മണക്കുന്നു, കാണുന്നു, കേൾക്കുന്നു. ഓർത്തിരുന്നാ മതി. ദൈവത്തിന് ആളത്വമുണ്ടെന്നാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. ആളത്വം ഉള്ളതുകൊണ്ടാണ് ദൈവം മണക്കുന്നത്. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ ദൈവം ചിന്തിക്കുന്നു, ദൈവം സംസാരിക്കുന്നു, ദൈവം ഉലാവുന്നു. അപ്പൊ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ശക്തി മാത്രമാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ല, ദൈവത്തിന് ഒരു ആളത്വമുണ്ട്, വ്യക്തിത്വമുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് നമ്മൾ ഈ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്, വ്യക്തിത്വത്തിന്റെ പേരുകള്, സ്വഭാവവിശേഷണത്തിന്റെ പേരുകളൊക്കെ ക്രമമായി പഠിക്കുന്നത്. എന്താണേലും എഴുതുക, പഠിക്കുക, പിന്നീട് സാവകാശം പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അടുത്ത പ്രവൃത്തിത വിശേഷ ലക്ഷണങ്ങളിലേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല കേട്ടോ. അടുത്ത ക്ലാസ്സിൽ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി സുനിലെ ഏതാണ് വിട്ടുപോയത്? ഞാൻ പറഞ്ഞതിൽ സ്പീഡ് കൂടിയതിന്റെ പേരിൽ എഴുതാൻ പറ്റാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. നിങ്ങൾ പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ശാന്തമായിട്ട് നോട്ട് കുറച്ചുകൂടെ തരാൻ വിചാരിച്ചിരുന്നു. സമയത്തോടുള്ള ബന്ധത്തിൽ പറയാം. സമയത്തോടുള്ള ബന്ധത്തിൽ ഇൻ റിലേഷൻ ടു ടൈം. ഇൻ റിലേഷൻ ടു ടൈം. സമയത്തോടുള്ള ബന്ധത്തിൽ. അതാണ്. ദൈർഘ്യത്തോടുള്ള ബന്ധത്തിലും ഇൻ റിലേഷൻ ടു സ്പേസ്, ഇൻ റിലേഷൻ ടു ടൈം. ഈവൻ ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് ഡു ആർ ഗോഡ്. ദൈവം നിത്യത മുതൽ നിത്യത വരെ സ്ഥിതി ചെയ്യുന്ന ദൈവമാണ്. ഈ ഒരവസാനം ഉള്ളതിൽ മാത്രമേ സമയത്തോടുള്ള ബന്ധത്തിൽ ദൈവം നിത്യനാണ്. അതെ, നിത്യനാണ്. അതാണ് അതിന്റെ അർത്ഥം. ദൈവം നിത്യത മുതൽ നിത്യത വരെ സ്ഥിതി ചെയ്യും. അവസാനമില്ലല്ലോ. നമ്മൾ അതിനു മുമ്പ് ഓക്കെ, നിങ്ങളൊരു പോസ്റ്റിൽ ഇരുന്നാല്, ഇപ്പൊ ആസ് എ പാസ്റ്റർ നിങ്ങളുടെ ചർച്ചില് ഇതിനു മുമ്പിരുന്ന പാസ്റ്റർ ആരാണ്? എന്താണ് ചിറ്റി ബ്രദർ, ഇപ്പോഴത്തെ പാസ്റ്റർ ആരാണ് നിങ്ങളുടെ ചർച്ചില്? സുശീലൻ എന്ന് പറയാം. അതിനു മുമ്പ് എത്ര നാളായി പാസ്റ്റർ വന്നിട്ട്? ഇപ്പൊ 2 മാസം ആയുള്ളൂ. അതിനു മുമ്പ് രാജു എന്ന് പറഞ്ഞ പാസ്റ്റർ. അതിനു മുമ്പ് രാജു എന്ന് പറഞ്ഞ പാസ്റ്റർ. അപ്പൊ രാജു എന്ന് പറഞ്ഞ പാസ്റ്റർക്ക് മുമ്പ് ആരായിരുന്നു? അല്ല, പുള്ളിക്കാരനെ സ്ഥാപിച്ചത്. ഓക്കെ, അപ്പൊ ഇനിയും ഇതിന് ശേഷവും വരാം. അപ്പൊ ഒരാൾക്ക് മുമ്പ് ഒരാള്, ഒരാൾക്ക് ശേഷം ഒരാള്. ഈ ഒരു സ്വഭാവം ദൈവത്തിലില്ല. ദൈവം നിത്യത മുതൽ നിത്യത വരെ സ്ഥിതി ചെയ്യുന്ന ദൈവമാണ്. അതാണ് ഇൻ റിലേഷൻ ടു ടൈം, ദൈർഘ്യത്തോടുള്ള ബന്ധത്തിൽ എന്ന് നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഓക്കെ സുനിലെ, ഇനി വേറെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഞാനിന്ന് കുറച്ച് അധികം പഠിപ്പിച്ചോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയം. നിങ്ങൾ ടയർഡായോ? നിയമത്തിൽ ശ്രദ്ധേയമായ ദൈവത്തിന്റെ പേരുകളിൽ ഒന്നാമത്തേത് എന്തായിരുന്നു? പറയാ, ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുത്തേ. ശ്രദ്ധേയമായ പേരുകളിൽ ഒന്നാമത്തേത് പുതിയ നിയമത്തിലല്ലേ? അതെ അതെ, 2-3 ഞാൻ എഴുതി. ഒന്നിന്റെ റെഫറൻസ് എഴുതിയാണ്. ഒന്ന് ദൈവം അല്ലേ, തിയോസ്. രണ്ട് കർത്താവ് അല്ലെങ്കിൽ കുറിയോസ്. 3 പിതാവ് പാറ്റർ. 4 അല്ല 3 പേര്, 3 പുതിയ നിയമത്തില് പ്രധാനമായും ശ്രദ്ധേയമായ 3 പേരുകൾ. പിന്നെ ദൈവത്തിന്റെ, ഓക്കെ, അത് ക്ലിയർ ആയല്ലോ.